അത്രത്തോളം കൊള്ളാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇന്നും എനിക്കത് മറന്നു പോകാൻ വഴിയാത്തത്ര എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്ന് ഒരു ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര പാടായിരുന്നു. ഒന്നാമത്തെ ചില പേപ്പറിനൊക്കെ എനിക്ക് ഒന്നാമത്തെ സ്ഥാനം, മറ്റേ അങ്ങനെയല്ല. കണക്ക് ആയാലും എല്ലാ കാര്യത്തിലും ഇംഗ്ലീഷ് കണക്കും ഒക്കെ അങ്ങ് ഫസ്റ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ അത്ഭുതമാണ്. ഞാൻ ഫസ്റ്റ് ഇയറിനായിരിക്കുമ്പോൾ സെക്കൻഡ് ഇയർ ആയിരുന്നവരാണ് നെടുമുടി വേണു, അതുപോലെ തന്നെ സിനിമ സംവിധായകനായ ഫാസിൽ. അപ്പോൾ ഇവരുടെയൊക്കെ അതിനൊരു 3 വർഷം ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് 3 വർഷവും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് മേടിക്കുന്നത് ESD കോളേജാണ്. അത് ഈ ആളുകൾ കാരണമായിരുന്നു. അപ്പം MT വാസു നായരുടെ നോവലുകളെല്ലാം വായിക്കുക. അപ്പോൾ അതുപോലെ തന്നെ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനകത്താണ് സീരിയലായിട്ട് വരുന്നത്. അത് വായിക്കുന്നത് അതൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുമയുള്ളതായിട്ട് അനുഭവിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുപോലെ ഈ മലയാളം വാരികകൾ എൻ്റെ മാമൻ ഡോക്ടർ ആയിരുന്ന മാമന് എല്ലാം വരുത്തുമായിരുന്നു. അപ്പോൾ ജനയുഗം വാരികയായിരുന്നു അന്ന് അതിനകത്ത് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. മലയാളി നോവലുകളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത്, എനിക്കൊന്ന് MN സത്യാർത്ഥിയാണെന്ന് തോന്നുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സീരിയലായിട്ട് അതിനകത്ത് വരുമായിരുന്നു. അപ്പം അതൊരു ബംഗാളി നോവലുകളൊക്കെ മറ്റൊരു മാനസിക ഭാവം തരുന്നതായിരുന്നു. അപ്പം അതെല്ലാം അങ്ങനത്തെ, അതുകൊണ്ട് ഈ ഇംഗ്ലീഷും വായിക്കാൻ പറ്റിയിരുന്നു, മലയാളവും വായിക്കാൻ പറ്റിയിരുന്നു. ഈ 2 ഭാഷയിലും ഉള്ള നോവലുകളും ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. കാരണം നമുക്ക് ആ സമയത്ത് അതിനകത്ത് നമുക്ക് അത്തരത്തിലുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വായിക്കുക എന്ന് പറയുന്നത് നോവലിൻ്റെ ലോകങ്ങളും ചെറുകഥകളുടെ ലോകവും, പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും നമ്മളെല്ലാവരും കാത്തിരുന്നതായിട്ടുള്ള, എനിക്കങ്ങനെ അങ്ങോട്ടങ്ങ് ഗ്രഹിക്കാൻ കഴിയുമെങ്കിലും നമ്മൾ അതിനകത്ത് വളർന്ന ഒരു സാധനമാണ് ഈ അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ പരമ്പര ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ലോകത്ത് തന്നെ അതുപോലൊരു കാർട്ടൂൺ പിന്നെ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ രണ്ടാമത് മുഴുവൻ കളക്ട് ചെയ്ത് ഒരിക്കൽ വായിച്ചപ്പോഴാണ് അതിൻ്റെ ആ നിലവാരത്തിൽ എനിക്ക് തോന്നുന്നത് അതുപോലൊരു കാർട്ടൂൺ കഥാപാത്രങ്ങൾ വളരുക എന്ന് പറയുന്നൊരു സംഭവമില്ല. ഒരു കഥാപാത്രം പലതരത്തിലെ കഥകൾ ജീവിക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ അരവിന്ദൻ മാത്രമാണ്, എനിക്ക് തോന്നുന്നത് അരവിന്ദൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷനെ ആരെങ്കിലും ഒരു PhD തീസിസൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അരവിന്ദൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തോളം അദ്ദേഹം അത് വരച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ചെറിയ ഒരു തൊഴിലില്ലാത്ത ഒരു യുവാവ് ഒരു വലിയ ഉദ്യോഗസ്ഥനായി മാറുന്ന കാലം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് തൊട്ടിട്ടുള്ള പ്രേമിച്ച പെൺകുട്ടി, അതുപോലെ തന്നെ കൂടെ വളരുന്നവർ, ഒരു ഗുരുജി എന്ന് വിളിക്കുന്ന ഒരു അധ്യാപകനെ പോലുള്ളൊരാൾ, ഇതൊക്കെയായിട്ട് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഇടത്തരക്കാരായ മനുഷ്യരുടെ ജീവിതം മുഴുവനും കൂടെ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ കഥാപാത്രം വളരുന്ന കഥാപാത്രം ഒരു കാർട്ടൂൺ എനിക്ക് തോന്നുന്നു ലോകത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഞാനും കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ലോകത്തൊക്കെ എത്രയോ തരത്തിലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരാരും വളർന്നതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു അരവിന്ദൻ മാത്രം ചെയ്തതായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കാര്യമൊക്കെ അരവിന്ദനെ പറ്റി ആളുകൾ ഈ അരവിന്ദൻ എടുത്ത സിനിമകളെ പറ്റി മാത്രമേ ഇപ്പോൾ ചർച്ച ചെയ്യാറുള്ളൂ. ഈ കാർട്ടൂൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡെപ്പിക്ഷൻ, ഒരു കാലഘട്ടം, ഒരു 10 വർഷമെങ്കിലും കേരളത്തിലെ ഇടത്തരക്കാരായ ആൾക്കാരുടെ ജീവിതത്തിനകത്തൂടെ കേരളത്തിൻ്റെ കഥ പഠിപ്പിച്ച ഒരു സംഭവമാണ്. അത് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് അതൊന്ന് അത്രത്തോളം അതിനെ റിമാർക്കബിൾ എന്നുള്ള നിലവാരത്തിൽ പറയുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം ആവിഷ്കരിച്ചിട്ടുണ്ട് അദ്ദേഹം ആ കാലഘട്ടത്തിനകത്ത്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കാഴ്ച എന്ന് പറയുന്നത് ഇടത്തരക്കാരനായ ഒരാളുടെ കണ്ണിലൂടെയാണ്. ഈ ഗൾഫിലൊക്കെ ആദ്യമായിട്ട് ആൾക്കാർ പോകുന്നതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അതിനകത്തൊരു കഥാപാത്രം അബുവുണ്ട്, ഒരു ചായക്കട, ഒരു മാടക്കടയാണ് നടത്തുന്നത്. ആ മാടക്കട വളരുന്നത് ഒക്കെ ഉണ്ട്.
ഈ ചുറ്റിനുമുള്ള എല്ലാം മാറുന്നത് ഈ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിനകത്തൂടെ നമ്മളെ കാണിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പഠനവിധേയമാക്കേണ്ടതാണ്. ഇങ്ങനത്തെ ഒരു ലോകത്ത് ഒരു മലയാളി വ്യത്യസ്തമായിട്ട് ലോകത്തിനെ കാണിച്ച ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിനകത്ത്. സിനിമയൊക്കെ നമ്മൾ വല്ലവരും കണ്ടുപിടിച്ചത് എടുത്തതാണ്. പക്ഷെ മലയാളി കണ്ടുപിടിച്ച ഒരു സംഭവമായിട്ടെങ്കിലും അതിനെ അവതരിപ്പിക്കാവുന്നതാണ് ഈ അരവിന്ദൻ്റെ ആ കാർട്ടൂൺ. അത് തത്തുല്യമായി മറ്റൊന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഇല്ലെന്ന് തന്നെയാണ്. ഇനി അങ്ങനത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെയും ഇത്രത്തോളം സൂക്ഷ്മമായിട്ട് ഒരു കാലഘട്ടം മുഴുവൻ വരച്ച് കാണിച്ച ഒരു കഥാപാത്രം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രത്തോളം കൊള്ളാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇന്നും എനിക്കത് മറന്നു പോകാൻ വഴിയാത്തത്ര എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ. അന്ന് ഞാൻ കുട്ടിയായിരുന്നു. പക്ഷേ ആ കുട്ടിയായിരുമ്പോൾ എൻ്റെ വളർച്ച അനുസരിച്ചിട്ട് തന്നെ ഏതാണ്ട് ഒരു 1960 തൊട്ട് ഒരു 75 വരെയൊക്കെ ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അത്രയും വർഷം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാർട്ടൂൺ പരമ്പരയെ പറ്റിയൊക്കെ ആൾക്കാർക്ക് ആലോചിക്കുകയും ചിന്തിക്കുകയും, ഞാൻ പറഞ്ഞാൽ അതൊരു എന്തുകൊണ്ട് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു PhD അത് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ ഇതാണ്, ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അരവിന്ദൻ്റെ സിനിമകൾ ഡിഫറൻ്റായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും വലുതാണിത്. അതിനൊരു യുണീക്നെസ് ഉണ്ട്. ഞാനിപ്പോൾ ആനുഷംഗികമായിട്ടത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വായന, അപ്പോൾ ഈ മലയാളം വാരികകൾ വായിക്കുക എന്ന് പറയുന്നത്, അത് ആദ്യമായിട്ട് അന്ന് എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ കൗമുദിയുണ്ട്, കെ ബാലകൃഷ്ണൻ ഇറക്കുന്നത് കൗമുദി എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ കേരള കൗമുദി അല്ല, കൗമുദി എന്ന് പറഞ്ഞിട്ട്. അതൊരു വലിയ ഇതാണ്, അതിൻ്റെ വലിപ്പമൊക്കെ വ്യത്യാസമാണ്. അത് ഇതുപോലൊരു സ്റ്റാറ്റസ് സിമ്പിളായിരുന്നു. അതൊക്കെ ആ വീടുകളിൽ വായിക്കുന്നു എന്ന് പറയുന്നത്. പിന്നീടാണ് കൊല്ലത്തുനിന്ന് മലയാള നാട് വാരികയും കുങ്കുമം എന്ന് പറഞ്ഞിട്ട് 2 മാസിക, അത് അവർ തമ്മിലൊരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകുന്ന നിലവാരത്തിൽ ഇത് 2 ഇറങ്ങുന്നത്. പിന്നെ ഈ കേരള കൗമുദി വ്യത്യസ്തമാകുന്നുണ്ട് കൗമുദികളിൽ നിന്ന്. എന്നിട്ട് അവർ ആദ്യമായിട്ട് കലാകൗമുദി ഇറക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എഴുതുക, അതിനകത്ത് എഴുതുന്ന കത്ത്. അപ്പോൾ മാതൃഭൂമിക്കൊരു പകരം പോലെയായിരുന്നു ഈ കലാകൗമുദി രൂപപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ വായനയുടെ ലോകത്തൂടെ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഈ സമയത്ത് എല്ലാവരും വായിക്കുന്ന, അല്ലെങ്കിലും ഭാഷാഭൂഷണി എന്ന് പറഞ്ഞ മനോരമ, അവർ ഈ പ്രസിദ്ധീകരണം എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട മനോരമ മാസികകളിലല്ലാതെ ഒരെണ്ണം ഡിഫറൻ്റായിട്ടൊരു ചിന്തകരുടേതായിട്ടൊരു സാധനം. അപ്പോൾ അത് ഇങ്ങനെ ഭാഷാഭൂഷണി. പക്ഷേ അതിനകത്തെ ലേഖനങ്ങളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു തരത്തിൽ അങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. പിന്നെ ഒരു ഡിഗ്രിയൊക്കെ കടന്നതിന് ശേഷമാണ് അതൊക്കെ വായിക്കാൻ, അതിനകത്ത് ലേഖനങ്ങളൊക്കെ വായിക്കാനൊക്കെ തുടങ്ങിയത്. എന്നാൽ ഇതൊക്കെ ഒരു വായനയുടെ ലോകം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്നിരുന്ന ഒരു കാലമായിരുന്നു അതൊക്കെ. ഈ ഒരു സമയത്ത് ഞാൻ ഈ ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴത്തേന് നമുക്ക് ആകാശം, അസ്ട്രോണമി ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചിട്ടുള്ളവരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സയൻസായിരുന്നു. പക്ഷെ സയൻസ് പഠിക്കാൻ പോയാൽ, എൻ്റെ വീട്ടിലുള്ള എൻ്റെ ജ്യേഷ്ഠന്മാരായിരുന്നവരും ജ്യേഷ്ഠത്തിയും ഒക്കെ പഠിച്ചത് സയൻസാണ്. അവർ പഠിക്കാൻ, പക്ഷെ അവരപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഈ അധ്യാപകർ റെക്കോർഡ് വരയ്ക്കുന്ന എടുത്ത് കളയും, എറിയും എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഈ മറ്റേ ലാബിനകത്ത് നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ അധ്യാപകർ നമ്മളെ അവിടെ ഇട്ട് പൂട്ടിക്കളയും അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന കാരണം കൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നമാണ് ഈ എങ്ങനെയെങ്കിലും പഠിക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ പുസ്തകം കിട്ടുമ്പോൾ ആദ്യമേ തന്നെ വായിക്കുന്ന ഒരാളായിരുന്നു. മറ്റു പുസ്തകങ്ങൾ വായിക്കുന്ന പോലെ തന്നെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് തരുന്ന സിലബസ് പുസ്തകം ആദ്യം നമുക്ക് കിട്ടുമ്പോൾ നല്ല മണമൊക്കെ ഉള്ള പുസ്തകമല്ലേ, അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തുറന്ന് അതങ്ങ് വായിച്ചു. അങ്ങനെ വായിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് പഠനം എന്ന് പറയുന്നത്
കുട്ടിക്കാലത്ത് ക്ലാസ്സിനകത്ത് വീട്ടിനകത്ത് ഈ വായനയും പഠനമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എന്നും ക്ലാസ്സിൽ ഫസ്റ്റായിട്ടാണ് ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ 8ാം ക്ലാസ്സിൽ ഈ എന്താണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ എത്തുന്നത് വരെ ഫസ്റ്റാണ്. അന്ന് ഫസ്റ്റാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഫസ്റ്റായിപ്പോവും. കാരണം നമുക്ക് പല കാര്യങ്ങളൊക്കെ മനസ്സിലാകുക അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ സാധാരണ സ്കൂളിൽ വളർന്നാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആകാനായിട്ട് എളുപ്പമായിരുന്നു. പക്ഷേ ഈ ഫസ്റ്റായ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിനകത്തോട്ട് എത്തുമ്പോൾ എന്നെപ്പോലെ ഫസ്റ്റായ ആളുകളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് അവിടെ വരുന്നത്. അന്ന് ഒരു ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര പാടായിരുന്നു. ഒന്നാമത്തെ ചില പേപ്പറിനൊക്കെ എനിക്ക് ഒന്നാമത്തെ സ്ഥാനം, മറ്റേ അങ്ങനെയല്ല. കണക്കായാലും എല്ലാ കാര്യത്തിലും ഇംഗ്ലീഷ് കണക്കും ഒക്കെ അങ്ങ് ഫസ്റ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ അത്ഭുതമാണ്. പക്ഷേ എല്ലാത്തിനും അന്ന് ഫസ്റ്റ് ആകാൻ പറ്റുമായിരുന്നു. പക്ഷേ 8ാം ക്ലാസ്സിൽ എത്തിയതോടെ ഒരെണ്ണത്തിന് 2 ഫസ്റ്റ് ആകാനൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ ഫസ്റ്റ് ആകും. ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം എന്നെ പോലുള്ള അതേപോലത്തെ കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ തീവ്രമായ ഒരു കോമ്പറ്റീഷനകത്താണ് ഞാൻ ആ സമയത്ത് ചെന്ന് പെടുമായിരുന്നു. അപ്പോൾ അത് ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആ മേഖല അങ്ങോട്ട് കടന്നപ്പോഴത്തേന് ഈ സയൻസ് പഠിക്കാൻ പോയി അധ്യാപകർ നമ്മളെ ഭരിക്കും എന്നൊരു സംഭവം എനിക്കങ്ങ് മനസ്സിലായി. അതങ്ങ് മനസ്സിലായിപ്പോയി. അങ്ങനെ മനസ്സിലായി പോയതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ എനിക്ക് മാർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത് സയൻസിനാണ്. പക്ഷെ ഞാനത് എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് അന്ന് 3rd ഗ്രൂപ്പ് എടുത്ത്. അപ്പോൾ ആ 3rd ഗ്രൂപ്പ് എടുത്തപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് 3rd ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മോശം എന്നാണ് അർത്ഥമാണ്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും 3rd ഗ്രൂപ്പും. അപ്പോൾ 3rd ഗ്രൂപ്പിൽ പഠിക്കുന്നവരുടെ അടുത്ത് മാർക്ക് കൂടുതൽ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്തോ എനിക്ക് അറിഞ്ഞൂടെ, ഈ എൻജിനീയറിങ്ങിനൊക്കെ കൂടുതൽ ആൾക്കാർ പഠിക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയോണ്ടാന്ന് പറഞ്ഞൂടെ ഫസ്റ്റ് ഗ്രൂപ്പിന് തള്ളില്ല. സെക്കൻഡ് ഗ്രൂപ്പിനായിരുന്നു ഏറ്റവും കൂടുതൽ റഷ് ഉണ്ടാകുന്നത്. 3rd ഗ്രൂപ്പിലും ഇതുപോലെ ആരും വരത്തില്ല. പിന്നെ 4th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സിൻ്റെ ഒരെണ്ണമുണ്ട്. അത് പിന്നെ ഞാൻ ഈ കൊമേഴ്സ് എന്ന് കേട്ട് എനിക്കൊന്ന് അത് ഒരു താല്പര്യമായിട്ട് തോന്നാത്ത കാരണം കൊണ്ട് ഞാൻ 3rd ഗ്രൂപ്പ് എടുത്തു. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി, അധ്യാപകരെ ഇടയ്ക്ക് വെച്ച് കൺഫ്രണ്ട് ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു സത്യത്തിൽ ഞാൻ അത് എടുക്കാൻ കാരണം. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് അത് പഠിച്ച് സ്വാഭാവികമായിട്ട് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് തീരുമാനിച്ച് അവിടുന്ന് SD കോളേജിലാണ്. അപ്പോൾ സ്കൂളിൽ ഈ സൈക്കിൾ ചവിട്ടി റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഒരു 20 കിലോമീറ്റർ ബസ്സിനകത്ത് പോകണം, പോയിട്ട് വേണം ആലപ്പുഴ എത്താൻ. അങ്ങനെ ആയിരുന്നു. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ബസ്സിനകത്ത് പോയി വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇങ്ങനെ എത്തത്തുള്ളൂ. വീട്ടിലെത്തുമ്പോഴത്തേനും ഇരുട്ടാകും. അങ്ങനത്തെ ഒരു 3 വർഷത്തെ ബസ് യാത്രയും പഠനവുമായിട്ടായിരുന്നു SD കോളേജിൽ പഠിക്കുന്നത്. SD കോളേജിൽ പക്ഷേ ഇതുപോലെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ഒരു ഇതുകൊണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയറിനായിരിക്കുമ്പോൾ സെക്കൻഡ് ഇയർ ആയിരുന്നവരാണ് നെടുമുടി വേണു, അതുപോലെ തന്നെ സിനിമ സംവിധായകനായ ഫാസിൽ. അപ്പോൾ ഇവരുടെയൊക്കെ അതിനൊരു 3 വർഷം ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് 3 വർഷവും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് മേടിക്കുന്നത് SD കോളേജിലാണ്. അത് ഈ ആളുകൾ കാരണമായിരുന്നു. ശരിക്കും അവരുടെ ഒരു കൂട്ടും എനിക്കാണെങ്കിൽ ഒരു കലയും ഇല്ലാത്ത ആളാണ്. ഞാൻ അവരുടെ കൂടെ കൂടുന്നതെന്ന് പറഞ്ഞാൽ കേൾവിക്കാരനായിട്ടുള്ള ഒരു കലാ സാഹിത്യ പ്രവർത്തകനായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന കുറേ പേരുണ്ട് സിനിമയായിട്ട് എന്നെ ബന്ധപ്പെട്ടവർ. പ്രീ ഡിഗ്രിക്ക് എനിക്കൊന്ന് ജലജ അവിടെ പഠിച്ചിട്ടുണ്ടെന്നായിരുന്നു ഓർമ്മ. സിനിമ ഉണ്ടായിരുന്നു രതീഷ്, ഇവരെല്ലാവരും. പക്ഷേ അവരെ രണ്ടുപേരെയും നമുക്ക് പരിചയമില്ല. ആലപ്പി അഷ്റഫിനെ പരിചയമുണ്ട്. അയാൾ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കും. അപ്പോൾ അവൻ ഈ ഫെസ്റ്റിവലിന് ഫസ്റ്റ് മേടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ വേണുവും ഫാസിലുമായിരുന്നു അന്നത്തെ താരങ്ങൾ. വേണു. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ എന്താ പറയണ്ടേ, കമ്പാനിയൻഷിപ്പ് ഉള്ളതിൻ്റെ ഗമയൊക്കെ അനുഭവിക്കുന്നവരാണ്. ആ ആളുകളുമായിട്ടുള്ള ബന്ധവും അന്നത്തെ ആ BAക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്. അപ്പോൾ അവരൊക്കെ പൊളിറ്റിക്കലി രാഷ്ട്രീയമായ കാഴ്ചകളും കാര്യങ്ങളും ചിന്തകളും ഒക്കെ ഉള്ളവരായിരുന്നു. അപ്പോൾ ഭയങ്കര ഡിസ്കഷൻസാണ്.
ഞാൻ മാത്രം. അപ്പം എൻ്റെ ഈ അമേരിക്കൻ മാസികയുടെ വായന കൊണ്ട് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് എനിക്ക് സ്ഥലമില്ലാതായി പോകുമായിരുന്നു. അപ്പം ഞാൻ സംസാരിക്കുന്ന വേറെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് മറുവശത്തുമായി പോവും. എന്നാൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആശയവുമല്ല, ഞാൻ വേറെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് എനിക്കൊരു രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടേ ഇല്ല.